സച്ചിയെ നീലിമ വിളിക്കാണ്. സച്ചി ഇപ്പൊ ഫ്രീ ആണോ? അതെ മേഡം. എന്താ മേഡം? അല്ല, നാളെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. സച്ചിനെ പിക്കാൻ വരുമോ? എന്ത് ചോദ്യാ മേഡം? മേഡം എന്നെ ഓർത്തു വെച്ച് വിളിച്ചില്ലേ, പിന്നെ ഞാൻ വരാതിരിക്കോ? എയർപോർട്ടിലേക്ക് എപ്പോ എത്തുമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ കാണും. എന്നാ ശരി സച്ചി, ഞാൻ അപ്പോഴേക്കും അറിയിക്കാം എന്ന് പറയാണ്. ആരാ സച്ചിയേട്ടാ? അത് പിന്നെ മറ്റേ നീലിമ മേഡം ഇല്ലേ, ഞാൻ പറയില്ലേ, എന്റെ ഒരു സ്ഥിരം കസ്റ്റമർ, ഒരു കാനഡക്കാരി. ശരിയാ. അത് അവര് വരുന്നുണ്ടെന്ന്. നാളെ എയർപോർട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 4-5 ദിവസമുള്ള ഓട്ടം കൺഫേം ആയി. വന്നാലേ ഒരു ബാർഗൈനിങ്ങും ഇല്ല, ഒന്നുമില്ല, നല്ല ചില്ല ആള് എന്നൊക്കെ പറയാണ്. അല്ല സച്ചേട്ടാ, ആ ശ്രുതിനെയും കാശ് കൊണ്ടുപോയ ആളെ പറ്റി പിന്നെ ഒരു വിവരമില്ലല്ലേ? ഒരു വിവരമില്ല. എന്ത് ചെയ്യാനാ? ഓരോ മണ്ടത്തരത്തിലും കൊണ്ടേ തലവെച്ച് കൊടുക്കല്ലേ. അതിന്റെ പിന്നാലെ തൂങ്ങാൻ നമ്മളും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മയും അവർക്ക് സപ്പോർട്ട് പിടിച്ച് നിൽക്കല്ലേ, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ പിറ്റേ ദിവസം നീലിമനെ പിക്ക് ചെയ്തുകൊണ്ട് സച്ചി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഹോട്ടൽ മുറിയിലേക്ക് നിർത്താൻ അവര് പറയുന്നുണ്ട്. അപ്രകാരം സച്ചി നീലിമയും കൂട്ടി ആ ഹോട്ടലിലേക്കൊക്കെ ചെല്ലുന്നുണ്ട്. സച്ചി, ഈ ലഗേജ് എല്ലാം ഒന്ന് റൂമിലേക്ക് വെക്കോ? ശരി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നീലിമയുടെ ലഗേജും ബാഗും ഒക്കെ റൂമിലേക്ക് കൊണ്ടുവെക്കാണ്. ശരി മേഡം. നീലിമ കാശ് കൊടുക്കുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. നിക്ക് സച്ചി, ഞാൻ സച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കോ? എനിക്കെന്തിനാ ഗിഫ്റ്റ്? ചുമ്മാ ഇവിടെ വരുമ്പം സച്ചി എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ കൂട്ടായിട്ട് എന്നുള്ള തോന്നിയിട്ടുള്ളത്. ഓരോ ഡ്രൈവർമാരെയും കാറിൽ കയറുമ്പം അവർ നോട്ടോ ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യമാവും. പക്ഷേ സച്ചി അങ്ങനൊന്നുമല്ല, പക്കാ ജെന്റിൽമാനാ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദേ, ഈ ഗിഫ്റ്റ് സച്ചിക്കാ. ഇതെന്താ മേഡം, ഗ്ലാസോ? അതെ, ഇത് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു മേഡം. എന്തൊക്കെയാണേലും അവിടെ വെച്ച് എന്നെ ഓർത്ത് മേടിച്ചോണ്ട് തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ദാ ഇതും കൂടി വെച്ചോ. ഇതാർക്കാ മേഡം? സച്ചിയുടെ ഭാര്യയ്ക്കാ, രേവതിക്ക്. രേവതിക്കോ? മേഡം, എനിക്കൊന്നാലും എനിക്ക് സന്തോഷം. രേവതിക്ക് തന്നല്ല മേഡം, അവളെ ഓർത്ത് വെച്ച് കൊണ്ടുവന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ സച്ചി, എനിക്ക് ഏറ്റവും കൂട്ടായിട്ട് നിന്നത് സച്ചിയാ. രേവതിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സച്ചി 24 മണിക്കൂറും രേവതി രേവതി എന്നല്ലേ പറയാറ്, അതുകൊണ്ടാ. ഇഷ്ടപ്പെട്ടോ? പിന്നെ മേഡം, ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മേടിച്ചാണെന്ന് മേഡം തന്നാണെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കില്ല. രേവതി പോലും എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ. എന്ത് സച്ചി, സെൽഫി എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ നീലിമയും സച്ചിയും കൂടി ആ ഗ്ലാസ് കൊണ്ട് നിൽക്കുന്ന ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട്, ശരി മേഡം, അടുത്ത ട്രിപ്പ് ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചി നേരെ പോണത് രേവതി അടുത്തേക്കാണ്. രേവതി അപ്പോ അവളുടെ അമ്മയുടെ പൂക്കടയുടെ അടുത്ത് നിൽക്കായിരിക്കും. അങ്ങോട്ടേക്ക് സച്ചിയാണെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് ഇറങ്ങുന്നുണ്ട്. സച്ചിയുടെ കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇപ്പൊ ഒരു ഹീറോയെ പോലെ ഉണ്ട് അല്ലേ ചേച്ചി എന്ന് ദേവു പറയാണ്. അത്രയ്ക്കൊന്നുമില്ല, പൊട്ടക്കണ്ണന്മാർ ഇട്ടതുപോലെ ഉണ്ട്. ഒന്ന് ചേച്ചി എങ്ങോട്ട്? അപ്പോ അമ്മ പറയാണ്, രേവതി അങ്ങനൊന്നും പറയല്ലേ. സച്ചി പറയാണ്, അമ്മേ അവള് പറഞ്ഞോട്ടെ, അവക്കേ കുശുമ്പ് കൊണ്ടാ. ഇതാരാ തന്നെന്നറിയാവോ? ആരാ തന്നേ? നീലിമ മേഡം. നീലിമ മേഡോ? ഞാൻ പറഞ്ഞില്ലേ, ആ കാനഡ ലേഡി. അവരിന്ന് വന്നപ്പോ അവിടെ വെച്ച് ഓർത്ത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് മാത്രല്ല, നിനക്കും ഉണ്ട്. നമ്മളെ ഓർത്ത് കാനഡ കൊണ്ടുവന്നോ? അതെ, ഞാൻ നിൽക്കുന്നത് പോലെയാ അത്. എന്റെ കാറിൽ ഒരാൾ കയറിയാലേ പിന്നീട് എല്ലാ പ്രാവശ്യവും അവരെന്റെ കാറേ വിളിക്കുള്ളൂ. അത്രയ്ക്ക് സഹകരണത്തിലാ ഞാൻ പോണത്, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് കൊടുക്കുമ്പോൾ, അയ്യേ സച്ചേട്ടാ, എനിക്ക് ഇതൊക്കെ എന്തിനാ, നാണക്കേട്, നീ ഇന്ന് വെക്ക് രേവതി എന്നും പറഞ്ഞുകൊണ്ട് അത് രേവതിക്ക് വെച്ച് കൊടുക്കാണ്. ദേവു, ഇപ്പൊ പറ, എങ്ങനെയുണ്ട്? പിന്നെ കൊള്ളാം, എന്തൊക്കെയാണെങ്കിലും രേവതി ചേച്ചിയെക്കാട്ടിലും അത് ചെയ്യുന്ന സച്ചേന്റെ തന്നെയാ. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു ഹീറോയുടെ ലുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേവു പറയാണ്. അത് മാത്രല്ല, നിങ്ങളാരും പറഞ്ഞ് വിശ്വസിക്കില്ലെന്ന് കരുതിയിട്ടെ ഞാൻ അവരുടെ കൂടെ നിന്ന് ഒരു സെൽഫിയും എടുത്തോണ്ടാ വന്നത്. സെൽഫിയോ? അതെ, ദാ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സെൽഫി കാണിക്കാണ്. രേവതി ഇത് കാണുന്നുണ്ട്. അതിനുശേഷം ദേവു നോക്കാണ്. സച്ചേട്ടാ, ഇത് നീലിമയല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, നീലിമ മേഡം. സച്ചേട്ടാ, ഇവരാരാന്ന് നിനക്ക് മനസ്സിലായില്ലേ? ആരാ? എന്താ ദേവു, നിനക്കൊല്ല പരിചയമുണ്ടോ? എനിക്കിവരെ അറിയാം. ഒരു ചാൻസും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അവര് കാനഡക്കാരിയാ. അല്ല സച്ചിയേട്ടാ, ഇവര് കാനഡക്കാരിയല്ല. ഈ നീലിമയാ, മറ്റേ സച്ചിയേട്ടന്റെ ചേട്ടനില്ലേ സുധിയേട്ടന്റെ നീലിമ. സുധിയേട്ടന്റെ നീലിമയോ? നമ്മുടെ അച്ഛന്റെ കാശ് അടിച്ചോണ്ട് പോയ ആ സുധിയുടെ പഴയ ലവറില്ലേ നീലിമ, ആ നീലിമയായത്. ദേവു എന്തായി പറയുന്നേ? നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് സച്ചിയേട്ടാ. കാരണം അന്ന് ഈ രേവതി ചേച്ചിയുടെയും സുധിച്ചേട്ടന്റെയും ആ കല്യാണ ഫംഗ്ഷനൊക്കെ വന്നില്ലേ, ആ ഒരു സമയത്ത് ഇവരുടെ വന്ന് സംസാരിക്കുകയും ചെയ്തതാ. സുധിയേട്ടനും ഇവരും കൂടി മാറിപ്പോയി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അത് മാത്രമല്ല, ഇവർ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
സുധിയേട്ടന്റെ കാറിലും ബൈക്കിലൊക്കെ പോണത് ഞാൻ പലതവണ കണ്ടിട്ടുള്ളതാ. ഇത് ആ നീലിമ തന്നെയാ. ശരിയാ, ദേവ് പറഞ്ഞത് ശരിയാ. കാരണം അവര് കാനഡക്കാരിയാ. സുധിയെ പറ്റിച്ച് പോയവളും കാനഡയ്ക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അവളുടെ പേരും നീലിമ തന്നെയാ. അപ്പോ ദേവ് പറഞ്ഞത് സത്യാലേ? അതേ സച്ചിയേട്ടാ, പോയി ചോദിച്ചു നോക്ക്, ഇപ്പൊ തന്നെ പോയി ചോദിച്ചു നോക്ക് എന്ന് പറയാണ്. രേവതി പറയാണ്, സച്ചിയേട്ടാ അപ്പോ ഈ പെണ്ണാണോ നമ്മുടെ അച്ഛന്റെ ക്യാഷുമായിട്ട് പോയത്? അതേ രേവതി, അങ്ങനെ അവളെ ഞാൻ വെറുതെ വിടില്ല. ഈശ്വരൻ എന്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചെന്ന് കണ്ടില്ലേ? സച്ചിയേട്ടാ വഴക്കിലൊന്നും പോകരുത്, വിട് രേവതി, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് ചീറിപ്പാഞ്ഞ് സച്ചി ആ ഹോട്ടലിലേക്ക് പോവാണ്. വീണ്ടും വന്ന് ബെല്ലടിക്കുമ്പം ഡോർ തുറക്കാണ് നീലിമ. അല്ല, ഇപ്പൊ എന്തിനാ വന്നേ? ഞാൻ വിളിച്ചില്ലല്ലോ. നീയല്ലേ നീലിമ? എന്താ സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? സച്ചി പുറത്തിറങ്ങിക്കേ, ഞാൻ സച്ചിയെ വിളിച്ചില്ലല്ലോ. അപ്പോഴേക്കും സച്ചി അവിടെ കയറി കസേരട്ടിരിക്കാണ്. ഇതാ ആർക്കും ഫ്രീഡം കൊടുക്കുക പറഞ്ഞത്. സച്ചിനെ ഞാനൊരു ഫ്രണ്ടിനെ പോലെ കണ്ട് ഇതെല്ലാം കൊണ്ടുതന്ന് ഫ്രീഡം കൊടുത്തല്ലേ ഈ പ്രശ്നത്തിനൊക്കെ വഴിയുണ്ടായത്. സച്ചി ഇറങ്ങിക്കേ, ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. നീയല്ലേ നീലിമ? അത് നിനക്ക് അറിയാമല്ലോ സച്ചി, പിന്നെ നിന്നെ ചോദിക്കരുത്. അല്ല, ഞാനൊരു കാര്യം കൂടി പറയാൻ വന്നതാ. നിനക്ക് എന്നെ അറിയോ ആരാന്ന്? നീ സച്ചി. അതെ, നിനക്ക് സുധിയെ അറിയാവോ? ഏത് സുധി? നിനക്ക് ഓർമ്മയില്ലല്ലേ? 50 ലക്ഷം രൂപ നീ ഒരുത്തനെന്ന് പറ്റിച്ചിരുന്നല്ലോ, ആ സുധി. പറ്റിച്ചിട്ട് നീ കാനഡയ്ക്ക് കടന്നു കളഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഒരു നിമിഷം അവൾ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താ ഇപ്പൊ നിനക്ക് ഓർമ്മ വന്നോ? ആ സുധി വേറെ ആരുമല്ല, എന്റെ ചേട്ടനാ. സുധിയുടെ അനിയനാ ഞാൻ, സച്ചിദാനന്ദൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നീലിമ ഞെട്ടി നിൽക്കാണ്. എന്താ നിനക്ക് വിശ്വാസമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും സുധിയൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാണ്. ദാ കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പൊട്ടനല്ലേ നീ പറ്റിച്ചിട്ട് പോയവൻ എന്ന് ചോദിക്കാണ്. അപ്പോ നീലിമ പറയാണ്, അതെ സച്ചിയുടെ ഏട്ടനാണോ സുധി? അതെ ഏട്ടനാ. നീയൊക്കെ എന്തൊരു കള്ളിയാടി, എന്തൊരു ഫ്രോഡാ. 50 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയവളല്ലേ നീ എന്ന് ചോദിക്കാണ്. സച്ചി സ്റ്റോപ്പ് ഇറ്റ്, ഞാൻ പറഞ്ഞുകൂടി സച്ചി ഒന്ന് കേക്ക്. ഇത്രയും നേരം സച്ചി പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? ഇനി എനിക്ക് പറയാനുള്ളതും കൂടി നീ കേക്ക്. എന്ത് പറയാനാ? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ, അല്ലാതെ അവന്റെ കാശല്ല. 30 വർഷം വളയം പിടിച്ച് എന്റെ അച്ഛനുണ്ടാക്കിയ പൈസ അത്. നിനക്കറിയോ എന്റെ അച്ഛന്റെ വേർപ്പാ. ആ പൈസയും കൊണ്ടാ നീ മുങ്ങിയത് എന്ന് പറയാണ്. സച്ചി ഒരു മിനിറ്റ് ഒന്ന് തരുമോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സച്ചി പറഞ്ഞല്ല ശരിയാ. സുധിരേന്ന് കാശ് അടിച്ചോണ്ട് പോയി നീലിമ ഞാൻ തന്നെയാ. പക്ഷേ അതിൽ ചെറിയ തിരുത്തുണ്ട്. ആ പൈസ ഞാൻ നേരത്തെ തന്നല്ലേ, പിന്നെന്തിനാ വീണ്ടും വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ആർക്ക് തന്നു? എവിടെ തന്നു? നീ പോയിട്ടിപ്പോ 1.5 വർഷമായില്ലേ എന്ന് ചോദിക്കാണ്. സച്ചി ഇതാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച കേക്ക്. കഴിഞ്ഞ തവണ സച്ചിയും കൂട്ടി ഞങ്ങൾ വന്ന് ഓർക്കുന്നുണ്ടോ? സച്ചി എനിക്ക് വേണ്ടി ഒരു സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ടെന്ന് ഓർക്കുന്നുണ്ടോ? ആ ഉണ്ട്, അതിനെന്താ? അതെ, ഞാന് നിന്റെ സുധി ഉണ്ടല്ലോ, നിന്റെ ഏട്ടൻ, ആ സുധിയുടെ കയ്യിലേക്ക് മേടിച്ച 45 ലക്ഷം രൂപയും അതിന്റെ പലിശ 5 ലക്ഷം രൂപയും കൂട്ടി 50 ലക്ഷം രൂപ തികച്ചു കൊടുത്തിരുന്നു എന്ന് പറയാണ്. 51 ലക്ഷം രൂപ തികച്ചു കൊടുത്തു എന്ന് പറയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നീ എന്താന്ന് പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യ സച്ചി. അന്ന് നീ എന്നൊരു ബ്യൂട്ടി പാർലർ കൊണ്ട് ഇറക്കി വിട്ടില്ലേ? അത് സുധിയുടെ വൈഫിന്റെ പാർലർ അല്ലേ? അവിടെ വെച്ച് അവൾ എന്നെ മനസ്സിലാക്കി. അപ്പൊ തന്നെ സുധിയെ വിളിച്ചു ചേർത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാനൊരു പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്ന പൈസയാ. ആ പൈസ അവിടുന്ന് 50 ലക്ഷം രൂപയും അതിന്റെ കൂടെ 5 ലക്ഷം രൂപ പലിശയും കൂട്ടി മേടിച്ചതേ നിന്റെ ഏടനെ വൈഫാ ശ്രുതി. അതും കഴിഞ്ഞ് അതിന് സാക്ഷിയായിട്ട് ഒപ്പിടിക്കാനാ പുറത്തേക്ക് വന്ന് നിന്നെ വിളിച്ചത്. നീ വന്ന് ഒപ്പിട്ട് തരികയും ചെയ്തു എന്ന് പറയുമ്പം അവിടെ നിന്നുള്ള സച്ചി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കാണ്. ശരിയാ ശ്രുതി പറഞ്ഞത്, അന്ന് ശ്രുതി അവനെ കൊണ്ട് ഒപ്പിടിച്ചിരുന്നു. അന്നേ ഞാൻ ആ കാശ് കൊടുത്തതാ, അതുകൊണ്ടാ ഞാൻ തിരികെ പോന്നതും. എന്റെ രജിസ്ട്രേഷൻ നടക്കാതിന്റെ കാരണവും അത് തന്നെയാ. ശരിയാ, ഞാൻ കള്ളിയാ, ഞാൻ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു തന്നെയാ. പക്ഷേ അതിലും വലിയ കള്ളനാ നിന്റെ ഏട്ടൻ. എന്തായാലും നീയും നിന്റെ വീട്ടുകാരും ആ പണത്തെപ്പറ്റി അറിഞ്ഞില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ ഏട്ടനല്ല, നിന്റെ ഏട്ടത്തെയും ഉണ്ടല്ലേ ശ്രുതി, അവളാ ഇതിന്റെ എല്ലാം ആണിക്കല്ല്. 5 ലക്ഷം രൂപ പലിശയും കൂടി എന്റെ അടുത്ത് മേടിച്ചതും അവളെ തന്നെയാ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയില്ലേ, ആ സമയത്തും അവരെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് അവിടെ ഞാൻ ദേഷ്യം പിടിച്ച് ഇറങ്ങി വന്നത് എന്ന് പറയാൻ കേട്ടോ. ഇനി നിനക്ക് എന്താ പറയാനുള്ളേ? ഞാനല്ല, നിന്റെ ഏട്ടനാണ് നിന്നെ ചതിക്കുന്നത്. സച്ചി സുധിയാണെന്ന് എനിക്ക് ഇഷ്ടമൊക്കെയായിരുന്നു. ഞങ്ങളെ കുറെ കാലം ലിവിങ് ടുഗദറിലായിരുന്നല്ലോ. അത് നിനക്കറിയാലോ. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചോളെന്ന് വാക്ക് കൊടുത്ത് കല്യാണം വരെ എത്തി അവർ അച്ഛൻ്റെ പൈസയും സ്വന്തം അച്ഛൻ്റെ പൈസയും വാങ്ങിച്ച് എന്നെയും കൊണ്ട് കടന്നുകളയാനായിരുന്നു സുധിയുടെ പ്ലാൻ കാനഡയ്ക്ക്.
അങ്ങനെ നിങ്ങളെല്ലാം പറ്റിച്ച, സ്വന്തം വീട്ടുകാരെ പോലും പറ്റിച്ച ഒരുത്തരം നമ്പി ഞാൻ പോയാലേ നാളെ അവൻ എന്നെയും പറ്റിക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെയാ ഞാൻ കാശുമായിട്ട് മുങ്ങിയത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി കുറെ ബിസിനസ്സൊക്കെ പടുത്തുയർത്തി. എന്തായാലും ഇപ്പൊ എനിക്ക് 50 ലക്ഷം ഒരു ലോസേ അല്ല. പിന്നെ സുധി അവൻ പഠിച്ച് കള്ളനാ. പിന്നെ അവനിങ്ങനെ അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല. എൻ്റെ ഇത് കാശ് പിടിച്ച് മേടിക്കാനുള്ള ബുദ്ധിയും വകതിരിവൊന്നും അവനില്ല. പക്ഷേ അവൾ അങ്ങനല്ല. ആ ശ്രുതി പഠിച്ച് കള്ളിയാ. അത് മാത്രമല്ല, ഇടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ചെറിയ പ്രശ്നമുണ്ടെന്ന് നിന്നോട് പറഞ്ഞ നീ ഓർക്കുന്നുണ്ടോ? അത് വേറൊന്നും ആയിരുന്നില്ല. ഈ ശ്രുതിയെ ഞാൻ കടത്തിക്കൊണ്ട് പോയിരുന്നു. അതിനുശേഷം ഞാൻ ക്യാഷ് ആവശ്യപ്പെട്ട് ശ്രുതിയെ വിളിക്കുകയും ചെയ്തായിരുന്നു എന്ന് പറയുമ്പോഴാണ് സച്ചി ആ ഇൻസിഡന്റിനെ കുറിച്ച് ഓർക്കുന്നത്. രേവതിക്ക് കാല് വയ്യാതിരുന്ന സമയത്ത് ശ്രുതിയെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ നീലിമ അവനെ തട്ടിക്കൊണ്ട് പോയി കെട്ടിയിട്ടിരിക്കല്ലായിരുന്നോ? അന്നോട് രക്ഷപ്പെടുത്താൻ വന്നത് സച്ചി ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാര്യം നീലിമ പറയാണ്. അന്ന് അവിടെ വന്ന് ശ്രുതിയുടെ ആൾക്കാരോ അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്ന് പറയുമ്പം സച്ചി പറയാണ്, അത് ഞാനാ. എൻ്റെ ഏട്ടൻ ഇങ്ങനെ ആരോ കടത്തിക്കൊണ്ട് പോയിന്ന് ഏട്ടൻ്റെ ഫ്രണ്ടാ പറഞ്ഞത്. എന്നിട്ട് പോലും ശ്രുതി പറഞ്ഞില്ല ഞാൻ അവിടെ പോയിട്ട് ഏട്ടനെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നീലിമ പറയാണ്, കണ്ടോ അവിടെയും അവള് കള്ളം പറഞ്ഞു. ഏതോ മാഫിയയൊക്കെ പറഞ്ഞു വിട്ടാ അവളെ രക്ഷപ്പെടുത്തിയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ പിന്നെ ഞാൻ അതിനെ മുതിരാതിരുന്നത്. അന്ന് ഉറപ്പായും ശ്രുതിയെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാണ്. സച്ചി, ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. അവരാ കാശ് ഓൾറെഡി എന്നെ നിന്ന് മേടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം ഒരു 2-2.5 മാസമായി. കഴിഞ്ഞ തവണ ഞാൻ വന്നില്ലേ അപ്പോ. ഓഹോ, അപ്പോ അങ്ങനല്ലേ അവനാ കട തുടങ്ങിയത്. അവനിപ്പോ ഒരു ഷോപ്പ് നടത്താ, ഒരു ഹോം അപ്ലയൻസസ്. അപ്പം അവനത് തുടങ്ങിയത് ആ കാശുകൊണ്ടായിരിക്കും, എനിക്ക് ഉറപ്പായെന്ന് സച്ചി പറയാണ്. നീലിമ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഈ കാര്യങ്ങളെല്ലാം അവരോടൊന്ന് പറയോ? ഞാനെന്തിനാ സച്ചി വരുന്നത്? അതിന്റെ ആവശ്യം എന്താ? നീലിമ, അത് വേറൊന്നും അല്ല. ഈ സുധി ഉണ്ടല്ലോ പക്കാ ഫ്രോഡാ. അവന്റെ വൈഫ് അതിലപ്പുറം ഫ്രോഡാ. ഞാൻ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ അമ്മ വിശ്വസിക്കില്ല. ഇപ്പോ ഈ പൈസ അവൻ തന്നു എന്ന് പറഞ്ഞാലേ അവരാരും വിശ്വസിക്കില്ല. എന്നെ ഒരിക്കലും എൻ്റെ അമ്മ വിശ്വസിക്കാൻ പോകണില്ല. നീലിമ ഒന്ന് നേരിട്ട് പറഞ്ഞാൽ, തെളിവും കാണിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഈ എൻ്റെ ഏടത്തിയമ്മ എന്ന് പറഞ്ഞ ശ്രുതി അവള് ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വേറെ ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരി സച്ചി, ഞാൻ വരാം, ഞാൻ വന്ന് പറയാം എന്ന് പറയാണ്. അങ്ങനെ സച്ചി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സച്ചി അകത്തേക്ക് വന്നിട്ട്, രേവതി എല്ലാവരും ഉണ്ടോ? ആ ഉണ്ട് സച്ചിയേട്ടാ. വർഷേ, ശ്രീകാന്തേ, ശ്രുതി, എടാ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ്. അമ്മ അച്ഛ എല്ലാരും ഓടിവാ എന്ന് പറയുന്നുണ്ട്. എല്ലാരും ഹാളിലേക്ക് വരുമ്പം എന്താ കാര്യം അച്ഛൻ ചോദിക്കാണ്. ഇവന് വേറെ പണിയൊന്നുമില്ല, എന്തിനാടാ എല്ലാവരും വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വഴക്ക് പറയുന്നുണ്ട്. അമ്മ അപ്പോഴേക്കും ശ്രീകാന്തിനോട്, എടാ ഈ ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് മാറ്റിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിളൊക്കെ നീക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്താടാ നീ എന്ത് കോപ്പറായി കാണിച്ചു കൂട്ടുന്നേ? സച്ചേട്ടാ, എന്താ ഇതൊക്കെ? എന്താ പ്രശ്നം? അത് പറയാൻ രേവതി. ആ എത്തിയല്ലോ, പ്രതി എത്തിയല്ലോ. പ്രതിയോ? അപ്പോ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് സച്ചി പറയാണ്, ഡാ നീ ഇങ്ങോട്ടൊന്ന് കയറി നിന്നേ. ഞാനെന്നത് കയറി നിൽക്കുന്നേ? ഇത് കണ്ടിട്ട് കോടതിയിലൊക്കെ ജയിൽ പുള്ളികളെ കുറ്റവാളികളെ കയറ്റി നിർത്തുന്ന കൂടുപോലുണ്ടല്ലോ. എടാ കുറ്റവാളി, അത് തന്നെയാ പറഞ്ഞത്, ഇങ്ങോട്ട് കയറി നിൽക്കടാ എന്ന് പറയാണ്. എന്താ ഇവനെ കാണിക്കുന്നേ? അപ്പോഴേക്കും ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ടായിരുന്നു അകത്ത് നിർത്താൻ കേട്ടോ. എന്നിട്ട് സച്ചി പറയാണ്, അമ്മേ കുറ്റവാളി ഒരാളല്ല, 2 പേരുണ്ട്, 2 ക്രിമിനൽസ്. അതൊക്കെ വരുന്ന വഴിക്ക് പറയാം. പിന്നെ അമ്മയാണ് ഈ കോടതിയിലെ ജഡ്ജി, മനസ്സിലായല്ലോ. അമ്മയോട് അടങ്ങിയിരുന്നോണം. എന്താടാ നിനക്കത് വട്ട് പിടിച്ചോ എല്ലാവരുടെ സമയം കളയാൻ? എന്താ രേവതി ഇവന് വല്ല വട്ടുവായോ എന്ന് ചോദിക്കാണ്. അമ്മേ, ആർക്കാ വട്ട് പിടിക്കാൻ പോണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞാ മതി എന്ന് പറയുന്നു കേട്ടോ. ശ്രുതി ഓർക്കാണ്, എന്താ ഇവന് കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെപ്പാടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കായിരിക്കും. ഈ സമയത്ത് സച്ചി പറയാണ്, അച്ഛാ കുറെ നാൾക്ക് മുമ്പേ, അതായത് ഈ രേവതിയെ കെട്ടിക്കൊള്ളാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇവൻ കുറച്ച് കാശും പഠിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് ഇവനെ പറ്റിച്ച് നീലിമ എന്ന് പറഞ്ഞൊരു പെണ്ണ് ആ ക്യാഷ് അടിച്ചുകൊണ്ട് പോയി, അതമ്മ അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതോടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലടാ, പിന്നെന്തിനാ അത് വിളിച്ചു പോകുന്നത്? അതിലെ ഒരു ടെസ്റ്റ് ഉണ്ടമ്മേ. ആ പൈസ ഇവർക്ക് നേരത്തെ കിട്ടിയമ്മേ, ആ നീലിമ ഇവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതിയും ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്താണ് നീ പറയുന്നേ? പൈസ തിരിച്ചു കിട്ടിയെന്നോ? ശ്രീകാന്ത് ചോദിക്കാണ്. എന്താ ഏട്ടാ, സത്യമാണേ കേൾക്കുന്നതൊക്കെ? പൈസ തിരിച്ചു കിട്ടിയോ? എന്നിട്ട് ഇവര് പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇവര് പറഞ്ഞില്ല. ആ പൈസ എവിടെ പോയി എന്നാണ് എന്റെ ചോദ്യം. അപ്പോഴേക്കും
ചന്ദ്ര ചോദിക്കാണ്, എന്താ സുധി ഇത്, ഇവൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മേ, ഇവൻ ചുമ്മാ വിളിച്ച് കൂവാ. ഇതൊന്നും സത്യമല്ല, ഞങ്ങളതിൽ ക്യാഷ് കിട്ടിയിട്ട് കൂടിയില്ല. എന്തിനാണ് നീ കള്ളം പറഞ്ഞത്? ശ്രുതി പറയാണ്, അതെ ആന്റി, ഞങ്ങളുടെ കാശൊന്നും കിട്ടിയിട്ടില്ല. ഈ സച്ചി ഓരോന്ന് വിളിച്ച് പറയാ. ഒന്നാമതോടെ ഞങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെട്ട് ഞങ്ങൾ ആകെപ്പാടെ മനപ്രയാസത്തിലേക്ക് ഇരിക്കുക. അപ്പഴാ അവന്റെ ഒരു അടവ്. ഒന്ന് പോടാ എന്നും പറയുമ്പോഴേക്കും, അയ്യോ പാർലേട്ടത്തി, ഞാൻ പറഞ്ഞത് സത്യാ. ഏട്ടത്തിക്ക് തെളിവല്ലേ വേണ്ടത്? ജീവനുള്ള തെളിവും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നേ എന്ന് പറയാണ്. എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ജഡ്ജിയമ്മേ, ഞാനൊരു സാക്ഷിനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പം, വിളിക്കടാ എന്ന് പറയാണ്. മേഡം ഇങ്ങ് കയറി പോരെ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നീലിമ കയറി വരുന്നുണ്ട്. നീലിമയെ കണ്ടപാടെ ഒരു ഇടിമിന്നലേറ്റ അവസ്ഥയിലാണ് ശ്രുതി നിൽക്കുക. ഇതാരാണെന്ന് ജഡ്ജി മേഡത്തിനും നിങ്ങൾക്കൊക്കെ അറിയോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് പറയാണ്, അമ്മ അച്ഛാ, ഇതാണ് നമ്മുടെ സാക്ഷാൽ നീലിമ. ഈ ശ്രുതിനെ പണ്ട് പ്രണയിച്ചിരുന്നില്ലേ ആ പെണ്ണ്. എന്നിട്ട് 50 ലക്ഷം രൂപയെ കടന്നു കളഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ നീലിമയാണ് ഇതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എടി ഒരുമ്പട്ടോളെ, നീ ആലടി എന്നെ കൊച്ചിൻ്റെ കാശുമായിട്ട് കടന്നു കളഞ്ഞത്. എൻ്റെ മോനെ പറ്റിച്ച് അവൻ്റെ കാശുമായിട്ട് പോയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ, നാണം കെട്ടവൾ എന്ന് പറയാണ്. ആൻറ്റി, നിങ്ങളുടെ രോക്ഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയാ, ഞാനെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത് തന്നെയാ. അതിന് കാരണം എന്തെന്നറിയോ? ആനയുടെ മോനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലായിരുന്നു. കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാ. ആ സമയത്ത് ഇവൻ ശരിക്കൊരു മണ്ടനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഒരു പെണ്ണെ വിവാഹം കഴിച്ചോളെന്ന് പറഞ്ഞ് വാക്കും കൊടുത്ത് അച്ഛൻ്റെ കാശും അടിച്ചു മാറ്റി എന്നെയും കൊണ്ട് കടന്നു കളഞ്ഞായിരുന്നു ഇവൻ്റെ പ്ലാൻ. അപ്പോൾ ഇവൻ എന്നെ അപേക്ഷിച്ച് വേറെ കാശ് കിട്ടിയാൽ പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഇവനെ അപേക്ഷിച്ച് ആ കാശുമായിട്ട് ഞാൻ കടന്നു കളഞ്ഞത്. അങ്കിൾ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാന്നൊക്കെ എനിക്കറിയാം. ആ തുകയും കൊണ്ടാ ഞാനിന്ന് കാനഡയ്ക്ക് പോയത്. അതുകൊണ്ട് അങ്കിളിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം. പിന്നെ നിങ്ങളുടെ മകനാണ് എല്ലാവരും ചതിച്ചത്, അല്ലാതെ ഞാനല്ല. അവൻ തന്ന കാശുമായിട്ടാണ് ഞാൻ മുങ്ങിയത് എന്ന് പറയാണ് കേട്ടോ. ചന്ദ്ര പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും നീ കാശും കൊണ്ട് കടന്ന് കളഞ്ഞാലല്ലടി, പോലീസ് വിളിക്കണ സച്ചി എന്ന് പറയുന്നുണ്ട്. നീലിമ ചോദിക്കുന്നുണ്ട്, അല്ലേ ആൻറ്റി, എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? എന്തിനാ വിളിക്കുന്നതെന്നോ? ഞങ്ങളുടെ പൈസ എവിടെടി, ഞങ്ങളുടെ 50 ലക്ഷം എവിടെടി എന്ന് ചോദിക്കാണ്. ശ്രുതിയും നിന്ന് വേർക്കാണ് കേട്ടോ. അപ്പൊ സച്ചി പറയാണ്, നീലിമ മേഡം, ബാക്കിയും കൂടെ മേഡം നിന്നങ്ങ് പറഞ്ഞേക്ക്. അതെ, നിങ്ങളുടെ മോനാണല്ലോ ഈ നിൽക്കുന്ന ശ്രുതി, അവന്റെ ഭാര്യ ശ്രുതിയും കൂടി രണ്ടുപേരും കൂടി 2-3 മാസം മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് വാങ്ങിച്ചു. അയ്യോ അമ്മേ, പച്ച കള്ളവൾ പറയുന്നേ, എനിക്കറിയില്ല, കാശ് തന്നിട്ടേ ഇല്ല എന്ന് ശ്രുതി പറയുമ്പം അവിടെ മിണ്ടാതെ നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും സച്ചിയും കൂടി അവന് 2 കൈയും പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. നീലിമ പറയാണ്, നീ കള്ളമാണെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ അതിനുള്ള പ്രൂഫുണ്ട്. ദേ ഇത് നോക്ക്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവനും കൂടെ കൂടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയ്ക്ക് പകരം പലിശയും ചേർത്ത് 55 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിച്ചതിൻ്റെ പോലീസിൽ നിന്നുള്ള അവിടുന്ന് എനിക്ക് കിട്ടിയ പേപ്പറായത്, ദാ നോയിക്കോ എന്നും പറഞ്ഞ് ശ്രീകാന്തിനെ കൊടുക്കുമ്പം, ശരിയാമ്മേ, ദേ പിന്നെ ശ്രീകാന്തേ, അടി നോക്ക്, അതിന് സാക്ഷിയോട് ഒപ്പിട്ടതേ ഞാനാ. പക്ഷെ അകത്ത് നിൽക്കുന്നത് എൻ്റെ പുന്നാറ ചേട്ടനും ചേട്ടത്തിയാന്ന് എനിക്കറിയില്ലായിരുന്നു. പുറത്തേക്ക് വന്ന് നീലിമ ഒപ്പിട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാ ട്വിസ്റ്റ്, ദൈവത്തിൻ്റെ കളിയെന്ന് പറയുന്നത് എന്ന് പറയാണ്. അപ്പോഴേക്കും നീലിമ പറയാണ്, അത് മാത്രമല്ല, ഈ നിൽക്കുന്ന സുധീർ അക്കൗണ്ടിലേക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വർഷ പറയാണ്, അതേ ആൻറ്റി, ദേ കണ്ടോ, 55 ലക്ഷം രൂപ ഈ നിൽക്കുന്ന സുധീർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നതിൻ്റെ പാസ്ബുക്കായത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രയും രവീന്ദ്രനൊക്കെ ചാടി എഴുന്നേക്കാണ്. ശ്രീകാന്തും വർഷയും രേവതിയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. നീലിമ പറയാണ്, ഞാനും കൂടി ചെയ്തെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. ആ പൈസയും കൊണ്ട് ഞാൻ പോയത് വലിയ തെറ്റായിപ്പോയി. അങ്കിളെ, ഞാൻ ആ പൈസ തിരികെ കൊടുത്തു, നിങ്ങളുടെ മകൻ്റെ കയ്യിൽ തന്നെ. അങ്ങനെ എൻ്റെ ബാധ്യത ഞാൻ ഒഴിവാക്കി. ഈ ശ്രുതിയ അന്ന് പാർലറിൽ വെച്ച് എന്നെ കണ്ടുപിടിച്ചതും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതും പൈസ വാങ്ങിച്ചതും എല്ലാം. അതിവിടെ തന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. സച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിവിടെ തന്നിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെയാ എനിക്കെല്ലാം മനസ്സിലായത്. എന്തായാലും ആ പൈസ ഞാൻ പലിശ സഹിതം കൊടുത്തു കഴിഞ്ഞു. ഇനി എന്നെ ആരും കുറ്റം പറയരുത്. സച്ചി, ഞാൻ പോവാം.
മാഡം ഒത്തിരി നന്ദിയുണ്ട്, ഇവിടം വരെ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. സാരല്ല സച്ചി, ഇതെൻ്റെയും കൂടി ഒരു ആവശ്യമായിരുന്നു അല്ലേ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. കാരണം വന്ന് ശ്രുതിയും കൂടിയിട്ട് ആ കാശ് തിരിച്ചു മേടിച്ച ഒരു വൈരാഗ്യം നീലിമയുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളോട് നിന്ന് തിരികെ പോകുന്നുണ്ട്. ഈ സമയം സച്ചി ചോദിക്കാണ്, അമ്മ കേട്ടല്ലോ, എല്ലാം കേട്ടല്ലോ. ഇവര് ആ ഷോറൂം തുടങ്ങിയതേ ആ കാശ് കൊണ്ടാ. ഇപ്പോഴെങ്കിലും അച്ഛനമ്മയ്ക്കും കാര്യം മനസ്സിലായല്ലോ. ഇത്രയും കാലം നമ്മളെല്ലാം ചതിക്കായിരുന്നു ഈ നിൽക്കുന്നവളും അവൻ്റെ ഭർത്താവും കൂടിയിട്ട് എന്ന് സച്ചി പറയാണ്. മുമ്പോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സുധീനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ചന്ദ്ര ചോദിക്കാണ്, എന്താടേ കേട്ടതൊക്കെ, ഇതൊക്കെ സത്യമാണോടാ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അമ്മേ എന്ന് പറയുമ്പോഴേക്കും, പറയടാ അവൾ കാശെന്ന് സത്യമാണോടാ എന്ന് ചോദിക്കുമ്പം അതെ അമ്മേ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കാണ്. ശ്രീകാന്ത് ചോദിക്കാണ്, ചേട്ടൻ എന്തൊരു ചേട്ടനാ, എന്തൊരു ക്യാരക്ടറാ നിങ്ങളുടെ. ആ ക്യാഷ് അച്ഛൻ്റെ ക്യാഷല്ലേ, അത് കിട്ടിയിട്ട് ആ തുറന്നു പറയാതെ എല്ലാവരോടും പറയുന്ന മറച്ചു വെച്ച് ഷോറൂം തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാണ്. അമ്മ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഭയങ്കരമായി ദേഷ്യപ്പെട്ടുകൊണ്ട് സുധി അടിക്കാനായിട്ട് കൈ വാങ്ങാണ്. അപ്പോഴേക്കും അവനോടൊന്ന് വിളിച്ചു പോവുകയാണ്, അമ്മേ ഞാനല്ലേ കാരണക്കാരൻ, ദേ നിൽക്കുന്ന സുധിയാ, ക്യാഷ് തിരികെ വീട്ടിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ സുധിയാ പറഞ്ഞത് വീട്ടിൽ കൊടുക്കണ്ട, നമുക്കത് എടുക്കാമെന്ന് പറഞ്ഞതെല്ലാം സുധിയുടെ ഐഡിയ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നൈസായിട്ട് സുധിയുടെ തലയിലേക്ക് എല്ലാം വെച്ചു കൊടുത്ത് മാറി നിൽക്കുകയാണ്. ചന്ദ്ര മുമ്പോട്ടേക്ക് നീങ്ങി വന്നിട്ട്, ആണോടി ഈ കേട്ടതൊക്കെ സത്യമാണോടി എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി എന്ന് വിളിക്കുന്ന ആ സെക്കൻഡ് തന്നെ ഒറ്റ അടികളുടെ മുഖത്ത് വീഴും കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ തെറിച്ച് പോയിട്ട് ഡെസ്കിലിടിച്ച് വീഴുന്നുണ്ട്. അവിടുന്ന് ചന്ദ്ര പൊക്കിയെടുക്കാണ്. എന്താണ് ഈ പറഞ്ഞൊക്കെ? അപ്പോൾ നിന്റെ അച്ഛൻ ഗൾഫിൻ്റെ കാശ് അയച്ചാണെന്ന് പറഞ്ഞൊക്കെ കള്ളമായിരുന്നോ? അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാശാണോ നീ എടുത്ത് ഷോറൂം തുടങ്ങിയത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ആൻറ്റി ഞങ്ങളുടെ നിവൃത്തികളെ കൊണ്ട്. അപ്പോഴേക്കും വീണ്ടും ഒരു അടി വീണ കേട്ടോ. സുധി ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാ നിൽക്കാണ്. ശ്രുതിയാണെങ്കിലോ കരഞ്ഞുകൊണ്ട് ആൻറ്റിയോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിലും മോളെ ഇത് വല്ലാത്തത് ചെയ്തായിപ്പോയി. കാശ് കിട്ടിയ കാര്യം ഞങ്ങളോട് ആരുടെങ്കിലും ഒന്ന് പറയണ്ടായിരുന്നോ? ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അത് പിന്നെ അന്ന് കാശ് കിട്ടിയാൽ എല്ലാം വീതിച്ച് പോയില്ലേ. ശ്രുതിക്കാണെങ്കിൽ ഒരു ജോലിയില്ല, ഒന്നുമില്ല, വെറുതെ പാർക്കിൽ കിടന്ന് ഉറങ്ങല്ലേ. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ കാശ് കൊടുത്ത് അവനെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്മാൻ ആക്കാൻ ശ്രമിച്ചത് എന്ന് പറയാണ്. അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ്, അത് നിന്റെ വീട്ടിലുള്ള കാശ് എടുത്തുകൊണ്ട് കൊടുക്കണമായിരുന്നു, അല്ലാതെ എൻ്റെ അച്ഛൻ 30 വർഷക്കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ല എടുത്തു കൊടുക്കേണ്ടത്. മര്യാദയ്ക്ക് കാശ് തിരികെത്താ എന്ന് പറയാണ്. വർഷം പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ എന്തൊരു ചീപ്പാ, രണ്ടുപേരും കൂടി ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കാവോ എന്ന് ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, വെറുതെ അല്ല, ഏതോ ഒരുത്തൻ 30 ലക്ഷം രൂപയായിട്ട് നിങ്ങളുടെ കടന്നു കളഞ്ഞത്. ഈ സ്വഭാവമല്ലേ കയ്യില് എന്ന് പറയാണ്. ശ്രുതി അപ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മേ ഞാൻ അപ്പോഴേ ശ്രുതിയോട് പറഞ്ഞതാ കാശ് വീട്ടിൽ കൊടുക്കാം. അപ്പോൾ ശ്രുതി പറഞ്ഞു, കാശ് കൊണ്ടുപോയാൽ 3ആയിട്ട് വീതിക്കും, നമുക്കൊന്നും കിട്ടില്ല. നമ്മളതുകൊണ്ട് ഈ പൈസ ആരോടും പറയാതെ എൻ്റെ അച്ഛൻ നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഷോറൂം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഈ ശ്രുതി അമ്മേ എന്ന് പറയാണ്. ചന്ദ്ര വീണ്ടും വന്നിട്ട്, എടി ഒരുമ്പട്ടോളെ, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ. എല്ലാ പ്ലാനും ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്റെ മോനെ കൂടി ചതിക്കുകയെന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലാണ്. അപ്പോഴേക്കും പോയി രവീന്ദ്രൻ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അവളെ എന്തെങ്കിലും തല്ലുന്നത്, അങ്ങനെയാണ് എൻ്റെ മോനെ കൂടി തല്ലണ്ടേ, അവനും കാരണക്കാരനല്ലേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കാണ്, ഒരമ്മയെന്ന നിലയിൽ നിങ്ങൾ അവന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അവനെ പഠിപ്പിച്ച് ഇത്ര ഡിഗ്രി എടുപ്പിച്ചത് ഞാനാടി എന്ന് പറയുമ്പോഴേക്കും, ഡിഗ്രി എടുത്തിട്ട് എന്താ പ്രയോജനം? അവനൊരു മണ്ടനാ, ഒരു പൊട്ടൻ, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. വെറുതെ പാർക്കിൽ തിന്നും കുടിച്ചും കിടന്ന് ഉറങ്ങാൻ മാത്രമേ അവനറിയുള്ളൂ, വേറൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഞാനിതൊക്കെ ചെയ്തു കൊടുത്തത്. ഇത്രയും പൈസ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കിയതാണ് ഞാൻ. ആ പൈസ കൊണ്ടാണ് അവൻ ഷോറൂം തുടങ്ങിയതും ഇപ്പം നല്ല ബിസിനസ്സുകാരായിട്ട് നിൽക്കുന്നതും. 10 ലക്ഷം രൂപ വരെ ലാഭവും മേടിച്ചില്ലേ, അതിനെല്ലാം കാരണക്കാരൻ ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പം ചന്ദ്ര ചോദിക്കാണ്, നീ എന്താടി പറഞ്ഞത്? അപ്പം എൻ്റെ മോനെ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാണെന്നാണോ നീ പറയുന്നത്? ഇതെല്ലാം കേട്ട് ശ്രുതി അവിടെ ഇങ്ങനെ കണ്ണു മിഴിപ്പിച്ച് നിൽക്കാണ്. ശ്രുതി സ്വന്തം ഭാര്യ തനിക്ക് ഒരു വില നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ അവനത് വല്ലാത്ത സങ്കടമായിട്ട് ഷോക്കായിട്ട് അവിടെ നിൽക്കായിരിക്കും. സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും ഈ ഒരു രംഗമൊക്കെ കണ്ട് ആകെപ്പാട് തരിച്ചു നിൽക്കാണ്.
ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇറങ്ങിപ്പോടി. എങ്ങോട്ടാന്ന് വെച്ചാല് ഇറങ്ങിപ്പോ. എൻ്റെ മോനെ നിനക്ക് കൊള്ളില്ലല്ലടി. അവൻ മണ്ടനല്ലേ. കാശു അടിച്ചു മാറ്റി എൻ്റെ മോനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവൾ നിൽക്കുന്നത് കണ്ടില്ലേ. ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്തിറക്കിയിട്ട് വാതിലടയ്ക്കാണ്. രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ നീ ചെയ്തത് ഒട്ടും ശരിയല്ല. എന്തിനാ അവളെ ഇറക്കിയിട്ട് വാതിലടച്ചത്? നിന്റെ മോനും കൂടിയല്ലേ തെറ്റ് ചെയ്തത്. അവൾ പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ടാ, എന്നെക്കൊണ്ടൊന്നിനെ കൊള്ളില്ല, ഞാൻ മോനെ വളർത്ത ശരിയായില്ല എന്ന്. അങ്ങനെയുള്ളവള് ഈ വീട്ടിൽ നിൽക്കണ്ട. കള്ളം പറഞ്ഞ് കാശ് മേടിച്ച് എന്തൊക്കെയാള് ചെയ്ത് കൂട്ടിയത്. പക്കാ ഫ്രോഡ് അവള് എന്ന് പറയുമ്പം സച്ചി പറയാണ്, അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ അവള് പക്കാ ഫ്രോഡാണെന്ന്. എന്നിട്ട് അമ്മ വിശ്വസിച്ചോ? അപ്പോഴും അമ്മ അവളെ തലയെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ അനുഭവിച്ചോ എന്ന് പറയാണ്. ദേ രവിയേട്ടാ, ഇവരോട് മിണ്ടാതിരിക്കാൻ പറ, അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല ദേഷ്യത്തിലാ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അമ്മ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഉള്ളതാ പറഞ്ഞത് അല്ലേ അച്ഛാ എന്ന് ചോദിക്കാണ്. രവീന്ദ്രൻ പറയാണ്, മതി മതി. പുറത്തിറങ്ങിയെന്ന് ശ്രുതി ഭയങ്കരമായിട്ട് കരയാണ്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിലോ അവിടെ തരിച്ചു നിൽക്കായിരിക്കും. സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തായിരുന്നു ബിസിനസ്സുകാരൻ്റെയും വൈഫിൻ്റെയും ഒരു ജാടയും അഹങ്കാരമൊക്കെ? ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ്റെ കാശാത്. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഭാര്യയും ഭർത്താവും കൂടി ആ കാശ് തിരികെ തന്നോണം. മനസ്സിലായല്ലോ എന്ന് പറയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എങ്കിലും ചേട്ടാ ഇത് വല്ലാത്ത ചീപ്പ് പണിയായിപ്പോയി ഛേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കായിരിക്കും. ശ്രുതി അപ്പോഴേക്കും പുറത്ത് ഇറക്കിയിട്ട് കലവടച്ചല്ലോ. കരഞ്ഞുകൊണ്ട് ശ്രുതി അവളുടെ അമ്മേൻ്റെ അടുത്തേക്ക് പോവാണ്. ചന്ദ്രയും ആകെപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. രവിയും എല്ലാവരും ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ്. ഒന്നാമത് 30 ലക്ഷം രൂപ വീടിന്റെ പേരിൽ ആരോ കൊണ്ടുപോയി. ആ ഒരു മനപ്രയാസത്തിലായിരുന്നു എല്ലാവരും. അപ്പോഴാണ് രണ്ടുപേരും കൂടി കള്ളത്തിൽ കാണിച്ച കാര്യങ്ങളെല്ലാം വീട്ടിൽ അറിയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പിന്നാലെ തന്നെ നല്ല അത്യുഗ്രം സ്റ്റോറീസ് ഒക്കെ വരുന്നുണ്ട്. അതിനെല്ലാം റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.